നമ്മൾ കാലിഫോർണിയയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഇടയിൽ നമ്മുടെ ട്രക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാൻ ഓർത്തു. ഇത് റെഡി അല്ലേ? ഓൾ ഗുഡ്. കഴിച്ചു പറഞ്ഞു. ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ പീറ്റർബിൽറ്റ് ഉണ്ടോ? വേറൊന്നുമല്ല, നമ്മൾ കാലിഫോർണിയയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഇടയിൽ നമ്മുടെ ട്രക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ യാത്രക്കിടയിൽ അതിൻ്റെ എൻജിൻ്റെ ഫോൾട്ട്, ചെക്ക് എൻജിനിലേക്ക് വന്ന ഫോൾട്ട് നമ്മൾ കാണിക്കുകയും ഗ്രീൻ റിവറിലുള്ള ഈ പീറ്റർബിൽറ്റും കയറ്റിയതാണ് കേട്ടോ. എന്തായാലും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നാളെ ആവുന്നതുകൊണ്ട് നമ്മുടെ മോഡൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മോട്ടൽ 6 എന്ന് പറഞ്ഞാൽ മോട്ടൽ 6 മോട്ടൽ 8 അങ്ങനെ ഒരു മോഡലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അർജുൻഭായ് ഇൻസൈഡില്ല. ടെമ്പറേച്ചർ ആയതുകൊണ്ട് 8 9 ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് നല്ല തണുപ്പാണ്. സാറേ പോകണ്ടേ? മോട്ടലിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ ട്രക്കിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളെല്ലാം നമ്മുടെ ഫുഡും ഇവിടെ വെച്ചിരുന്ന ചീത്തയായി പോകില്ലേ, ഫുഡും നമ്മുടെ ബാഗും എല്ലാം എടുത്തുകൊണ്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ട്രക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഡ്രൈവേഴ്സ് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുക. യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ അടിച്ച് കിടക്കുന്ന സാഹചര്യങ്ങളിൽ വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ആകെ പ്രാന്ത് പിടിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം ഞങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞങ്ങൾ രണ്ടുപേരും അത്ര നല്ല മൂഡിലൊന്നുമല്ല. കാരണം നമ്മുടെ ആഴ്ചയുടെ 2 ദിവസം ഇവിടെ ഓൾറെഡി പോവാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം ശരിയാക്കി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലേ നമുക്ക് ഈ ഒരാഴ്ച പ്രോപ്പറായിട്ട് പോയി അടുത്ത ആഴ്ച അടുത്ത ലോഡൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ലോഡ് മിസ്സാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എത്ര രൂപയുടെ മിസ്സിങ്ങാണ്. അപ്പോൾ അതുകൂടാതെ എങ്ങും പോകാൻ പറ്റാത്ത ഈ ഹോട്ടലിലേക്കുള്ള മൂവിങ് ഒക്കെ നമ്മളെ വണ്ടിയും കൊണ്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്കകത്തുനിന്ന് കുറേ സാധനം എടുത്തുകൊണ്ട് യൂബറിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചിയൊക്കെ ആയിട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ അതും നമ്മളെ ഒരു അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൂഡല്ലല്ലോ. പിന്നെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയം. കാരണം പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ യൂബർ ഓർഡർ ചെയ്ത് യൂബർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. വേണ്ടേ പെട്ടിയും കിടക്കൊക്കെ പുറത്ത് വന്ന് നിൽക്കുക കേട്ടോ. ഇപ്പം തന്നെ ഊബറെത്തും. അർജുൻഭായ് വേണ്ട, മുന്നോട്ട് കാണുന്ന സെറ്റപ്പ് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ഗ്രീൻ റിവർ വയോമിങ്. അല്ല, വയോമിങ്ങിലെ മേജർ ഏരിയകളെല്ലാം നമ്മളിപ്പം ആയിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരിയൊക്കെ ചുറ്റി കറങ്ങി കാണാനുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഒരു ബേസിക് ഹോട്ടലാട്ടോ. നമുക്ക് 115 എന്ന് പറഞ്ഞ റൂമാണ് കിട്ടിയേക്കുന്നത്. പോയാലോ അർജുൻഭായ്? അതന്നെ, ഹോട്ടലിനൊന്നും പറയാനില്ല, സത്രം. അതെ, ശരിക്കും വെൽക്കം ടു ദ കൗബോയ് കൺട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അർജുൻഭായ് വേണ്ട, ഇവിടെ 115 ഞാൻ തുറക്കാം. 2 കീയൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ടുണ്ട്. ആ തുറന്നു. ഒരു മൽപ്പിടുത്തമൊക്കെ ഉണ്ടോ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ മുറി. മോട്ടലിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പുറത്തുനിന്നുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റായിട്ട് കാണിച്ചു തരാവേ. നല്ല ഒരു ഹോട്ടൽ. സോറി ഫോർ ദ ലാംഗ്വേജ്. എങ്ങനെയുണ്ടാവേ കാര്യങ്ങളൊക്കെ? ഒരു പുതിയ മുറിയും സെറ്റപ്പ് ഒന്നും അല്ലാത്തതുകൊണ്ട്
നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ മോട്ടൽ എന്ന് പറഞ്ഞാൽ മോട്ടോർ ഹോട്ടൽ അല്ലെങ്കിൽ ഹൈവേയുടെ ഒക്കെ സൈഡിലുള്ള ഹോട്ടൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ബേസിക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചില്ല, കാണൂല. അവിടെ കാപ്പിയുടെ ഒരു സാധനം മാത്രമേ കണ്ടുള്ളൂ. അപ്പം ഒരു ബേസിക് സെറ്റപ്പ് കേട്ടോ മോട്ടൽ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കമ്പനിയിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി സ്പെൻഡ് ചെയ്യാൻ ഇതൊക്കെ മതി. വേണ്ട ഡോറ് തുറന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വേണ്ട ഒരു ചെയറും ഒരു ടേബിളും ഉണ്ട്. പിന്നെ നമ്മുടെ 2 ബെഡ്, പിന്നെ ഒരു ടി വി ഉണ്ട്. ടി വി ഒക്കെ വർക്ക് ചെയ്താൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നേരെ അറിയാം. മൈക്രോവേവ് എന്തായാലും ഉണ്ട്. നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചീത്തയാവാതെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു സിങ്ക് ഏരിയ, ബ്രേക്ക് നമുക്ക് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. ഇതിനകത്ത് വല്ലതും കിട്ടും അർജുൻ ഭായ്? യൂട്യൂബ് ഉണ്ട്. അപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡാ, ടെക്നോളജി വൈസ് അഡ്വാൻസ്ഡാ. മറ്റേതിൻ്റെ അകത്തെ പോലെ നാഷണൽ ജോഗ്രഫി മാത്രമല്ല. പൊതുവെ മൂഡ് ഓഫ് ആയിരുന്നുകൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള മൂഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാൻ ഓർത്തു. അർജുൻ റെഡി അല്ലേ? ഓൾ ഗുഡ്. പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഉള്ള ഒരു സ്ഥലം അല്ലല്ലേ അർജുൻ ഭായ്? കാറിൻ്റെ അകത്തല്ലേ? കാറിൻ്റെ അകത്ത് ശരി കേട്ടോ, ഒരു പട്ടി ഉണ്ടല്ലോ. വൈൽഡ് മസ്താങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കാറിൻ്റെ അകത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി നോക്കിയാലോ? ഓക്കെ. അതാകുമ്പോഴത്തേക്കും ഒരു കൗബോയ് ടച്ചിൽ നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ഇരിപ്പായി കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലാത്ത, അത്യാവശ്യം ഈ പഞ്ചായത്തിലെ എല്ലാവരും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും രസമുള്ള ഒരു കൊച്ചു റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയ പഞ്ചായത്തിൽ ഒറ്റ ചായക്കട ഉള്ളെങ്കിൽ രാവിലെ ചായ കുടിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ വരും. അതുപോലെ രസമുണ്ട് മൊത്തത്തിൽ. ശരിക്കും നമ്മൾ ഈ യെല്ലോ സ്റ്റോൺ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഫുള്ള് ലെതറും സെറ്റപ്പൊക്കെ ആയിട്ട് കൗബോയ്സിൻ്റെ ഒരു സെറ്റപ്പ്. എല്ലാവരും ഹാറ്റൊക്കെ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങൾക്കൊരു ഇച്ചിരി ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം നമ്മൾ ടൂറിസ്റ്റുകളാണ്. കണ്ട, ഇതാണ് ഡ്രിങ്ക്സിൻ്റെ മെനു. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് മാർഗരീത്ത എന്ന് പറയുന്ന ഒരു കോക്ടെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അർജുൻ ഭായ് ഒരു ഡയറ്റ് കോക്കും. അത് കൂടാതെ വേണ്ട മെനുവിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ കറക്റ്റ് ആ ലെതറിൻ്റെ സെറ്റപ്പിലൊക്കെ വൈൽഡ് മസ്താങ്. അത് കൂടാതെ മൊത്തത്തിൽ ആ ഒരു കൗബോയ് ആംബിയൻസ് കാണിച്ചുകൊണ്ടുള്ള ആ ഒരു റസ്റ്റിക് മൂഡിലാണ് ഫുള്ള് മെനു കേട്ടോ. ഞങ്ങൾ 2 പേരും സ്റ്റേക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത്. സെർലോയിൻ സ്റ്റേക്ക് മീഡിയം. അർജുൻ ഭായ് ഡെസേർട്ട് മെനു ഉണ്ടോ? കിടിലൻ ഡെസേർട്ട് മെനു ഒക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. വേണ്ട, നമ്മൾ ഓർഡർ ചെയ്ത മാർഗരീത്ത എത്തിക്കഴിഞ്ഞു. മാർഗരീത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടക്കീല ഉണ്ടല്ലോ, അപ്പോൾ ടക്കീല ബേസ് ചെയ്തിട്ടുള്ള ഒരു കോക്ടെയിലാണ് കേട്ടോ. അത്ര സെറ്റപ്പൊന്നും പൊതുവെ കാണാൻ പറയാനില്ല. കാരണം ഗാർണിഷൊക്കെ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ച് ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് കൊള്ളാട്ടോ, കുഴപ്പമില്ല. കൊള്ളാം, അടിപൊളിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാ സെറ്റപ്പും ആ ഒരു കൗബോയ് തീമിലാണ്. അതേ ആ ലൈറ്റ് ഉണ്ടോണേ. എന്നാ പറഞ്ഞേ? ടി വിയിലിട്ടേക്കുന്ന പടവും കൗബോയ് മൂവിയാണ്. സിനിമ വരെ കൗബോയ് സിനിമ അല്ലേ? Thank you. Of course, is there anything else I can grab for you guys? No, I'm fine for now. You guys enjoy. Thank you. നമ്മുടെ ഫുഡ് എന്തായാലും വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സെർലോയിൻ സ്റ്റേക്ക് വിത്ത് ബീൻസ്. അർജുൻ ഭായ് വിത്ത് മാഷ് പൊട്ടേറ്റോ ഓർഡർ ചെയ്തത്. നിങ്ങൾ 10 ounce 10 ounceനെക്കാട്ടും വലുതാണല്ലോ. ആണോ? കഴിച്ചിട്ട് പറഞ്ഞു അർജുൻ ഭായ് എങ്ങനെയുണ്ടാവും ഫുഡ് ടേസ്റ്റിംഗ്? ഞാൻ എടുക്കാം, നിങ്ങൾ പറഞ്ഞു. അല്ല, നിങ്ങൾ കൂടെ പറ. 2 ഫുഡ് എടുക്കാമേ. നല്ല ചൂടുണ്ട്. നിങ്ങളെപ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചൂട് തന്നെ. അല്ല, മറ്റേ ജപ്പാൻകാരുടെ സാധനം ടേസ്റ്റ് ചെയ്തിട്ട് ഓർക്കുന്നുണ്ടോ? വാസാബി, മറ്റേ സൂഷി എല്ലാം നല്ല ചൂടുണ്ട്. കുറച്ച് കഴിഞ്ഞോട്ട്
ഞാൻ നോക്കാം. മീഡിയല്ല, അത് കുക്ക് അതിലും കൂടുതലായി പോയി. രണ്ടും കരിച്ചു കളഞ്ഞിരിക്കുന്നു. ഇത് വെൽഡൺ പോലെ രുചിയാണ് പോയി. തിരിച്ച് മാറ്റി തരാൻ പറഞ്ഞാലോ? കരിച്ചു കളഞ്ഞു അവര്. നല്ല ഭയങ്കര വെൽഡൺ ആയി പോയല്ലേ. ഫുഡ് എന്തായാലും അട്ടർ ഫെയിലിയർ ആയി പോയി കേട്ടോ. കാരണം നമ്മൾ സ്റ്റേക്ക് മീഡിയാണ് ഓർഡർ ചെയ്തത്. അത് ഭയങ്കര വെൽഡണിനേക്കാളും മുകളിൽ കരിഞ്ഞു പോയി. പക്ഷെ എന്നാലും നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും കഴിക്കാൻ പോവാം, ഇറച്ചിയല്ലേ അല്ലേ. നമുക്ക് ബില്ല് വന്നിട്ടുണ്ട്. ടോട്ടൽ എത്ര അർജുമ്പോൾ അയക്കുന്നത്? $60 നമുക്കിപ്പോൾ ടോട്ടൽ അയക്കുന്നത് കേട്ടോ. നമ്മൾ കഴിച്ചതിന് 2 സ്റ്റേക്ക്, 1 കോഫി, 1 കോക്ടെയിൽ, 1 സോഫ്റ്റ് ഡ്രിങ്ക്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ഈ സാധനം നോട്ട് ചെയ്തത് കേട്ടോ. ഇത് ഈ കഴിഞ്ഞ ദിവസം മറ്റേ നെറ്റ്ഫ്ലിക്സിലെ യെല്ലോസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്തത്. സാഡിൽ കൗബോയ്സിൻ്റെ ഒക്കെ സെറ്റപ്പുകൾ. അർജന്മാർ തൊപ്പി വെച്ച് എറിയുന്നോ? ലെതറിൻ്റെ ക്വാളിറ്റി ഉണ്ടോ അല്ലേ? എന്താ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാനോർത്ത കുഷ്യനൊക്കെ കാണുന്നു കേട്ടോ. ഒരു കുഷ്യനും ഇല്ല സംഭവം. ഡിന്നർ പരിപാടി എന്തായാലും മൊത്തത്തിൽ മൂഞ്ചി പോയേട്ടോ. ഫുഡ് കൊള്ളാത്തതോ പോട്ടെ, അവസാനം ഒരു കാപ്പി ഓർഡർ ചെയ്ത് അതുപോലും തണുത്തുറഞ്ഞ പൂളവെള്ളം പോലത്തെ ഒരു കാപ്പി. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി നേരെ മോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കാം. നാളെ രാവിലെ ബാക്കി കാഴ്ചകൾ ചുറ്റും നടന്നൊക്കെ നോക്കാൻ വല്ലതും ഉണ്ടോന്ന്. ഡിന്നറിനെ പറ്റി എന്നെ പറയാനുള്ള ഞാൻ പറയായിരുന്നു മൊത്തത്തിൽ മൂഞ്ചി പോയത്. മൊത്തത്തിൽ തേഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി പ്രോമിസ് ചെയ്ത പോലെ രാവിലെ ടൗണൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റതാ കേട്ടോ. പക്ഷെ നിങ്ങളൊന്ന് നോക്ക്, അതായത് സാധാരണ കാണുന്ന പോലെ വലിയ തിരക്ക് പിടിച്ച ടൗണൊന്നും അല്ല. അപ്പോൾ നമുക്കങ്ങനെ നടന്നുകൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ കാണിക്കാൻ മാത്രം ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ തന്നെ ഒരു മേജർ ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു സ്ട്രീറ്റിലെ വണ്ടികളുടെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ വെളുപ്പിനെ 7:30 7:30 ഇതാണ് തിരക്കുന്നുണ്ടെങ്കിൽ ഈ ടൗണിൻ്റെ വലുപ്പവും തിരക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാലും നടന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അടുത്തടുത്തൊന്നുമല്ല. നമ്മൾ നടന്നാൽ കാണാൻ പറ്റുന്നതല്ല, നടന്നാൽ തീരുന്ന സെറ്റപ്പൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ അതായത് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ലിറ്ററലി സ്മോൾ ടൗൺ കൗബോയ് ഏരിയ. എന്തായാലും കാപ്പി എടുത്തു, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ സെറ്റപ്പൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. പ്രതീക്ഷിച്ച അത്രയും ഊളക്കാപ്പിയല്ല. എന്തായാലും രാവിലെ വന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യില്ലായിരിക്കും. ഞാൻ മിക്കവാറും ഓർത്ത് ഇത് നോക്കിയിട്ട് കളഞ്ഞിട്ട് സ്റ്റാർബക്സിൽ പോകേണ്ട വരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയിൽ ഡിന്നറിന് കഴിച്ച കാപ്പിനേക്കാളും ബെറ്റർ കാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാം. റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് മോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊന്നും കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് ആ മോട്ടൽ കേട്ടോ. എല്ലാ റൂമിലേക്കും പുറത്തുനിന്ന് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അകത്തേക്കൂടെ പോകേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാവേ, എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ. മോട്ടലിൻ്റെ സൈഡിൽ നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ, ഓൾറെഡി പണിത് വെച്ചേക്കുന്ന ക്യാബിൻസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളതായിട്ട് ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഹൗസുകളൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് റെഡിമെയ്ഡായിട്ട് ബിൽഡ് ചെയ്യുന്ന സെറ്റപ്പില്ലേ. നമ്മൾ ചില സമയത്ത് റോട്ടിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടില്ലേ ചില ട്രക്കുകളുടെയൊക്കെ ട്രെയിലറിൽ വെച്ചുകൊണ്ട് പോകുന്നതേ. നമുക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നേരെ സാധനം എടുത്ത് വെച്ചുകൊണ്ട് പോവാം. എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ക്യൂട്ട് ചെറിയ ചെറിയ ഹോംസ് ഉണ്ട്. ഇതങ്ങനെ ആൾക്കാർ താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരുടെയൊക്കെ ബാക്ക് യാർഡിൽ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടും അല്ല അവരുടെ സ്റ്റോറേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാൺസ് ഉണ്ടല്ലോ, ആ സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് കാണാൻ നോക്കാം. നോക്കിയിട്ട് വേണ്ട, ഈ വീടാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. ഇതിൻ്റെ വേണ്ട അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല കേട്ടോ. ഒറ്റമുറി വീട്, പക്ഷേ നല്ല വൃത്തിയുള്ള അടിപൊളിയായിട്ട് പണിത കിടിലൻ സാധനം കേട്ടോ. ഒരു ചെറിയ സിംഗിൾ ബെഡ് അല്ലെ സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റോ സ്റ്റുഡിയോ എന്നൊക്കെ പറയൂലേ, ആ ടൈപ്പ് ഒരു സെറ്റപ്പ് സാധനം. നമ്മളെപ്പോലുള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മോട്ടൽസിനൊക്കെ പുറത്തുനിന്നാണ് എല്ലാ റൂമിലേക്കും ആക്സസ് എന്ന്. അതിന് കാരണം വേറൊന്നുമില്ല, ഇവിടെയുള്ള
നമ്മുടെ നാട്ടിലും അല്ലെ ലേബർ ചീപ്പായിട്ട് അവൈലബിൾ ഉള്ള സ്ഥലങ്ങളിലും മാത്രമേ നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ ഇഷ്ടംപോലെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. കാരണം അവർക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ വളരെ തുച്ഛമല്ലേ. പക്ഷേ നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുന്ന എല്ലാ രാജ്യത്തും അവർ മാക്സിമം വേജസ് കൊടുക്കുന്നത് കുറയ്ക്കാനല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാളെ പൈസ കൊടുത്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് മണിക്കൂറിന് ശമ്പളം കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ലേബർ കുറയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള മോഡൽസ് മാനേജ് ചെയ്യുന്നത് ജസ്റ്റ് ഒരാൾ മാത്രമായിരിക്കുക. റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്യാനും ചെക്ക് ഔട്ട് ചെയ്യാനും ഉള്ള ഒരാൾ. ബാക്കി ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളും എല്ലാം കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് അവർ ഈ ചെക്ക് ഇന്നും ചെക്ക് ഔട്ടിനും ഇടയിലുള്ള ഒരു സമയത്ത് മാത്രം വന്ന് എല്ലാ റൂമും പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് പോകുക. അല്ലാതെ എപ്പോൾ വിളിച്ചാലും വരാനുള്ള ഹൗസ് കീപ്പിംഗ് ഒന്നും റൂമിൽ ഉണ്ടാവുകയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി വലിയൊരു ഇഷ്യൂ ആണ്. ഏതെങ്കിലും ഒരു മുറിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവിടെ ഓടിച്ചെല്ലാം ഒരു സെക്യൂരിറ്റിയോ എല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം ആൾക്കാരെ എല്ലാം ഹോട്ടലിൻ്റെ അകത്തേക്കൂടെയാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഒരു സേഫ്റ്റി ഇല്ലല്ലോ. കാരണം ക്യാഷൊക്കെ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സേഫ്റ്റി ഇഷ്യൂസിനെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നീട് ഈ ഹോട്ടലിൻ്റെ നമ്മളെപ്പോലുള്ള ഗസ്റ്റിന് എപ്പോൾ വേണേലും റൂം ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും റിസപ്ഷനിൽ കൂടെ കയറി പോകാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് എല്ലാ ഇതിനും ആക്സസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ടാകും കേട്ടോ. ഉച്ച വരെ റൂമിൻ്റെ അകത്ത് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ മറ്റൊരു റെസ്റ്റോറൻറ്റ് തപ്പിയേക്കാം. കാരണം കഴിക്കുക കുടിക്കുക എന്നുള്ളതാണല്ലോ ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ്. വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല ഇവിടെ. ആകെ കൂടി നിറച്ച് ഒരു തിരക്കില്ലാത്തൊരു ടൗൺ. അപ്പോൾ ഞങ്ങളൊരു ബുഫേ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അത്യാവശ്യം ചൈനീസാണെന്ന് തോന്നുന്നു അല്ലേ അർജുൻ ഭായ് സെറ്റപ്പ്? അതിൻ്റെ പേരിലായിരുന്നു കിങ്സ് ബുഫയോ? കിങ്സ് ബുഫേ. പീറ്റർബിൽറ്റിൽ ഞങ്ങൾ വിളിച്ച് വണ്ടിയുടെ അപ്ഡേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് അവർ 1 മണിക്കൂറും കൂടെ അവർക്ക് സമയം വേണം. അപ്പോൾ വണ്ടി ഒന്ന് റീജനും കൂടെ ചെയ്ത് നോക്കിയിട്ട് കൺഫേം പറയാമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എന്തോ റീജൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കാർബൺ അക്യുമുലേഷൻ ആയിരിക്കും പ്രശ്നം. നോക്കാം. നല്ല കിഡിലാണ് ഒരു ട്രക്കും അപ്പുറം ഒരു സൂപ്പർ ജീപ്പും കേട്ടോ. ജീപ്പിൻ്റെ റൂബിക്കോണും ഇവിടെ വേണ്ട നമ്മളൊരു പീറ്റർബിൽറ്റ്. ഇതേ ഈ മുന്നിൽ കാണുന്നതാണ് നമ്മൾ പോകാൻ പോകുന്ന കിങ്സ് ബുഫേ. കയറിയിട്ട് നോക്കാം. റെസ്റ്റോറൻറ്റിലെത്തി. എന്നൊക്കെ അർജുൻ ഭായ ഉള്ളേ? ഒരു സ്റ്റാർട്ടറാണ്. കണ്ടിട്ട് കുഴപ്പമില്ലല്ലേ അർജുൻ ഭായ്? എന്തായാലും ഫുഡൊക്കെ ഒരു പ്ലേറ്റ് നിറ തട്ടി ഞങ്ങൾ ഫസ്റ്റ് സെക്ഷൻ എത്തിയിട്ടുണ്ട്. അർജുൻ ഭായ് ഇതെന്നാ ആദ്യം തന്നെ പിടിച്ചേക്കണേ? ഇത് ചിക്കനാ. ചിക്കനാണോ? ഓവറോൾ കുഴപ്പമില്ല. ക്രാബിന്റെ സാധനങ്ങളൊക്കെ ആണോ? കൊള്ളാം അല്ലേ? $14 ഒരാൾക്ക്. കുഴപ്പമില്ല. കടലിൽ ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഇവരിവിടെ ബുഫേയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു നീരാളി. എങ്ങനെയുണ്ട് സാധനം? നമ്മുടെ സ്ക്വിഡ് പോലെ തന്നെ, കൂന്തൽ പോലെ തന്നെ. അതല്ലേ? അത് റബ്ബർ പോലെ ഇരിക്കുന്നത്, ചൂടില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? ടയർ കടിക്കുന്ന പോലെ. ഇതൊന്ന് ഓവർ കുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇച്ചിരി കുറച്ച് പയറ് കഴിച്ചേക്കാം. അങ്ങനെ ആവട്ടെ. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആ ബുഫേ തീർത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 3 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ചെക്കൗട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ട് പീറ്റർബില്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവർ ഏതാണ്ട് കാണണമെന്നൊക്കെ പറയാം. എന്തായാലും ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി നടന്ന് കാണിക്കാൻ പറ്റുന്ന സെറ്റപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് യൂബറിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പുറത്തെ വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ അർജുൻ ഭായ് ഏതാണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു തരത്തിൽ നമ്മുടെ ഭാഗ്യം കൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയോമിങ് വിൻ്റർ ഈ 2 ദിവസം എന്തായാലും പോസിറ്റീവാണ് ടെമ്പറേച്ചർ, പ്ലസ്സാണ്. എല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രീം കോൾഡായേനെ. അതെന്തായാലും നന്നായി. ഇന്നാണെങ്കിൽ വലിയ കാര്യമായിട്ട് കാറ്റുമില്ല.
ഇനിയിപ്പോൾ വണ്ടിയും കൂടെ ശരിയാക്കി കൈ കിട്ടി കഴിഞ്ഞാൽ സെറ്റായി. നാളെ നമുക്ക് കാലിഫോർണിയ പോയി ഡെലിവറി ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളിവിടെ എത്തുമ്പോൾ നമ്മുടെ ട്രക്ക് അവർ പുറത്ത് പാർക്ക് ചെയ്തിട്ട് കിടപ്പുണ്ട്. അപ്പം ഇതെല്ലാം ശരിയായെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും അകത്ത് കയറി അവരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് വരാം. അകത്ത് പോയിട്ട് വരാം. അല്ല, അകത്ത് വെക്കാം, നമ്മുടെ ഡ്രൈവേഴ്സ് ലോഞ്ചിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ വണ്ടിയുടെ അടുത്ത് തിരിച്ചെത്തി കേട്ടോ. വണ്ടിയെല്ലാം ഇവർ ശരിയാക്കിയെന്നുണ്ടെങ്കിൽ നമുക്കിന് വാറണ്ടി പീരീഡിലുള്ള വണ്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ എവിടെ നിന്നും കണ്ട് അപ്രൂവൽ വരണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് അരമണിക്കൂറിലും വരാം, ചിലപ്പം 4-5 മണിക്കൂറിലും എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സാധനം വരാതെ ഇത് വാറണ്ടി കയറിയല്ല. വാറണ്ടി കയറിയില്ലെങ്കിൽ ഈ ചെയ്ത സർവീസിനെല്ലാം നമ്മൾ കമ്പനിയിൽ നിന്ന് പൈസ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇവിടെ ഇപ്പം 3 മണി കഴിഞ്ഞു. 5 മണിയാകുമ്പോൾ ഇവർ അടയ്ക്കും. അപ്പോൾ 5 മണിക്കുള്ളിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ വീണ്ടും ഇന്നത്തേക്ക് സ്റ്റക്കാണ്. കാരണം നാളെ രാവിലെ അത് വന്നിട്ടേ പിന്നെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അത് കാരണം ഫിംഗേഴ്സ് ക്രോസ്ഡ്. വണ്ടി എന്തായാലും ഫോൾട്ടുകളെല്ലാം റെഡിയാക്കി പുറത്ത് കിടപ്പുണ്ടേ. എന്തായാലും 4:30 വരെ ഇവിടെ ഹാങ് അറൗണ്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 കിഡിലൻ ഡം ട്രക്കുകൾ കിടപ്പുണ്ട് കേട്ടോ. അതിൽ കാണുന്ന പോലെ കൊമാൽസു എന്ന് പറയുന്ന ആ ഒരു വലിയ JCB ഒക്കെ പോലത്തെ ബ്രാൻഡുണ്ടല്ലോ, അതിൻ്റെ ഷോറൂം അവിടെ കിടക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് പോയി കാണാം. ഇതെന്തായാലും ഒരു ഹെവി സാധനമാണ്. ഹെവി സാധനം എന്ന് പറഞ്ഞാൽ ഹെവി സാധനം കൊള്ളാം.